അൻവറെ തീർന്നടാ തീർന്നു. ഇതാണ് ഇപ്പോൾ അൻവറിനെതിരെ രാഷ്ട്രീയ പ്രതിയോഗികൾ പോലും ഉയർത്തുന്ന മുദ്രാവാക്യം. LDF-ൽ നിന്ന് പുറത്താക്കിയ PV അൻവറിനെ എങ്ങനെയെങ്കിലും UDF-ൽ കയറിയേ തീരൂ, അല്ലെങ്കിൽ തന്റെ കാര്യം ഇതോടെ കഴിഞ്ഞെന്ന് അൻവറിന് നന്നായി അറിയാം. മുന്നണി പ്രവേശനത്തിന് മനക്കോട്ട കെട്ടിക്കാത്തിരുന്ന അൻവറിനെ UDF-ൽ നിന്നും കിട്ടി 8ന്റെ പണി. അൻവർ ഫാക്ടർ എല്ലാം നിലമ്പൂരിലുണ്ടെന്ന് ആദ്യം സുഖിപ്പിക്കൽ, അൻവറിനെ മുന്നണിക്കകത്ത് കയറ്റിയുള്ള കളി വേണ്ടെന്ന് പിന്നീട് നേതാക്കൾ പറഞ്ഞതോടുകൂടി തന്നെ തീക്കൊള്ളി കൊണ്ട് തലചൊറിയാൻ കോൺഗ്രസും UDF-ഉം മുതിർന്നതുമില്ല. അങ്ങനെ പിന്നെ പ്രതിരോധം തീർക്കാനുള്ള വാക്കുകൾക്കായി ഇപ്പോൾ പരതുകയാണ് UDF നേതൃത്വം. ഇതോടെയാണ് അൻവർ UDF-നും VD സതീശനുമെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ചെളിവാരി എറിഞ്ഞ് പ്രതിപക്ഷ നേതാവ് ദയാവധത്തിന് വിട്ടുവെന്നാണ് PV അൻവർ പറയുന്നത്. ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ താൻ അധിക പ്രസംഗിയാണ്, കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുകയാണ് പ്രതിപക്ഷ നേതാവ്. ഇനി താൻ കാല് പിടിക്കാനില്ല, കത്രിക പൂട്ടിട്ട് പൂട്ടാൻ നോക്കുകയാണ് ചിലർ. പ്രതിപക്ഷ നേതാവിനെ ചിലർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, അക്കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടി വരും. ഇങ്ങനെയൊക്കെയാണ് അൻവറിന്റെ ജൽപ്പനങ്ങൾ. മുസ്ലിം ലീഗ് നേതാക്കളായ പാണക്കാട് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും തനിക്ക് വേണ്ടി ഇടപെട്ടു. തന്നെ UDF-ലേക്ക് ക്ഷണിച്ചത് അവർ ഇരുവരുമാണ്. എന്നാൽ VD സതീശനടക്കം മുഖം തിരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിലാണ് ഇനി പ്രതീക്ഷയെന്നും PV അൻവർ പറഞ്ഞു വെക്കുന്നു. എന്തായാലും KC തള്ളുമോ കൊള്ളുമോ? ആര്യാടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥിയിൽ UDF എത്തിയതോടെയാണ് അൻവർ പിന്നീടും ഇടഞ്ഞത്. UDF നേതാക്കളുടെ വാർത്താ സമ്മേളനത്തിന്റെ അതേ സമയം തന്നെ മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി അൻവർ നടത്തി നല്ല ഗംഭീര വാർത്താ സമ്മേളനം. UDF നേതാക്കൾക്കിടയിലും കോൺഗ്രസിനുമിടയിൽ ഇത് വലിയൊരു അതൃപ്തിയാണ് സൃഷ്ടിച്ചത്. അൻവറിനെ ഇപ്പോൾ തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥയിലാണ് UDF നേതാക്കൾ. നിലമ്പൂരിൽ മത്സരിക്കുമെന്ന് പലതവണ പറയുന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് കൂടിയായ അൻവറിന്റെ നിലപാട് ഈ നിലപാടിൽ ചാഞ്ഞും ചരിഞ്ഞും ഇപ്പോഴും നിൽക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടിയെയും അബ്ദുൾ വഹാബ് MPയെയും കണ്ടെങ്കിലും അവരും കൈമലർത്തിയെന്നാണ് വിവരം. ഷൗക്കത്തിന് ലീഗിനും വലിയ മതിപ്പില്ലാത്തതിനാലാണ് അൻവറിനെ ഇടയ്ക്കിടെ പാണക്കാട്ടേക്ക് പടികേറാൻ സാധിക്കുന്നത്. UDF-നെയും തിരിഞ്ഞുകൊത്തിയ അൻവർ UDF എടുക്കുന്ന നിലപാടിൽ ഇനി ആടിക്കളിക്കേണ്ടി വരും. എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ PV അൻവർ സ്വയം കുഴിച്ച കുഴിയിൽ രാഷ്ട്രീയ സമാധി അടയും എന്നുറപ്പ്.